ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. ദ ഫാമർ എന്ന് പറഞ്ഞ ഈ ഒരു പോവത്തിൻ്റെ ചെറിയൊരു ആശയം പറയുന്നുണ്ട്, അതിൻ്റെ മീനിങ്സ് പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ ആൻസേഴ്സും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്താ പറയുന്നത്, പലതരത്തിലുള്ള ആൾക്കാരുണ്ട് അല്ലേ നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് കിങ് ഉണ്ട്, സോൾജർ ഉണ്ട്, സെയിലേഴ്സ് ഉണ്ട് അല്ലേ, ക്രാഫ്റ്റ്സ്മെൻ ഉണ്ട്, ഡോക്ടർ ഉണ്ട്, എഞ്ചിനീയർ ഉണ്ട്. പക്ഷേ ഇവരൊക്കെ ജോലി പ്രാധാന്യമുള്ളത് തന്നെയാണ്. പക്ഷെ അതിനേക്കാളും പ്രാധാന്യം ആരുടെ ജോലിയാണെന്നാണ് പറയുന്നത്? ഒരു ഫാർമറുടെ ജോലിയാണ്, ഒരു കൃഷിക്കാരൻ്റെ ജോലിയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഏത് കാറ്റഗറിയിലുള്ള ആൾക്കാരായിക്കോട്ടെ അല്ലേ, നമ്മുടെ റോട്ടിൽ പ്ലാസ്റ്റിക് പറക്കുന്ന ആളായിക്കോട്ടെ, നമ്മൾ ഭരിക്കുന്ന രാജാക്കന്മാർ, പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ വലിയ വലിയ ബിസിനസ്മാനോ ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല അല്ലേ. ഭക്ഷണം എല്ലാവർക്കും അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള അരിയും പച്ചക്കറിയും നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? ഇങ്ങനെ മണ്ണിൽ പണിയെടുക്കുന്ന കൃഷിക്കാരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ജോലിക്കും പ്രാധാന്യമുണ്ടെങ്കിലും ഏറ്റവും മഹത്തരമായിട്ടുള്ള ജോലി എന്ന് പറയുന്നത് ഫാമിംഗ് തന്നെയാണ്. കൃഷിക്കാർ തന്നെയാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള ജോലി ചെയ്യുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. മീനിങ്സ് നോക്കാം. ടു ഹാപ്പൺ എന്ന് പറഞ്ഞാൽ സംഭവിക്കുക, ക്രാഫ്റ്റ്സ്മെൻ എന്ന് പറഞ്ഞാൽ കരകൗശല തൊഴിലാളികൾ, ഹീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ സുഖപ്പെടുത്തുക, മെർച്ചൻ്റ് കച്ചവടക്കാരൻ, മൈനർ ഖനിത്തൊഴിലാളി, പ്ലീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഭ്യർത്ഥിക്കുക, പ്ലസൻ്റ് എന്ന് പറഞ്ഞാൽ ആസ്വാദ്യകരമായ, പ്രഷ്യസ് വിലപിടിപ്പുള്ള, പ്രൈഡ് അഭിമാനം, റോം ചുറ്റുക, റോയലി രാജകീയമായി, സെയിലർ നാവികൻ, ടോയിൽ കഠിനാധ്വാനം, ട്രേഡ് വ്യാപാരം. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. പിക്ക് ഔട്ട് ദി ലൈൻ ദാറ്റ് ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് എ കിങ് അല്ലേ. ഏത് ലൈനിലാണ് ഒരു കിങ്ങിൻ്റെ റോളിനെ പറ്റി, രാജാവിൻ്റെ റോളിനെ പറ്റി പറയുന്നത്? ഈ ലൈനാണ്. ഏതാണ്? ദ കിങ് മേ റൂൾ ഓവർ ലാൻഡ് ആൻഡ് സീ അല്ലേ, ഭൂമിയും അതുപോലെ തന്നെ ഈ ലാൻഡും അതുപോലെ തന്നെ സീയും. സീ എന്ന് പറഞ്ഞാൽ എന്താ? സമുദ്രം. ലാൻഡ് എന്ന് പറഞ്ഞാൽ ഭൂമി. അതൊക്കെ റൂൾ ചെയ്യുന്നത് അതിൻ്റെ അധികാരി കിങ് ആണ്, രാജാവാണ് എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം എന്താ? ദ ഫാമർ ഈസ് സുപ്പീരിയർ ടു എ കിങ്, ഡു യു എഗ്രി, എക്സ്പ്ലെയിൻ. ഫാർമർ എന്ന് പറയുന്നത് കിങ്ങിനേക്കാളും മുകളിലാണ് അവരുടെ സ്ഥാനം. സുപ്പീരിയർ ആണെന്ന് പറഞ്ഞാൽ എന്താണ്? അതിനേക്കാളും എത്രയോ മുകളിലാണ് എന്നാണ് പറയുന്നത്. അതിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? അത് നിങ്ങൾ ശരിവെക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഉത്തരം നോക്കാം നമുക്ക്. യെസ്, ഐ അഗ്രി ദാറ്റ് ഫാമേഴ്സ് ആർ സുപ്പീരിയർ ടു കിങ്സ്. ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട്, ആ ഒരു ലൈനിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. ആ കിങ്ങിനേക്കാളും ഏറ്റവും സുപ്പീരിയർ തന്നെയാണ് ആര്? ഫാർമർ എന്നാണ് പറയുന്നത്. ദേ വർക്ക് ഹാർഡ് ടു മേക്ക് ഷുവർ വി ഹാവ് ഫുഡ് ടു ഈറ്റ്. അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ, അവർ പരിശ്രമിക്കുന്നുണ്ട്. എന്തിനാണ്? നമ്മൾക്കൊക്കെ കഴിക്കാൻ ഭക്ഷണമുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അവർ അവരുടെ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. ഫാമേഴ്സ് ആർ റിയലി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ സർവൈവൽ. നമ്മുടെ നിലനിൽപ്പിന് ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആര് തന്നെയാണ്? ഫാമേഴ്സ്, കൃഷിക്കാർ തന്നെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. അടുത്തത് എന്താ? വേർ ഡസ് ദ സെയിലർ ഗോ? സെയിലർ എന്ന് പറഞ്ഞാൽ എന്താ? നാവികൻ അല്ലേ. ബോട്ടിലൊക്കെ യാത്ര ചെയ്യുന്ന ആളെ നമുക്ക് സെയിലർ എന്ന് പറയാം. സെയിലർ എങ്ങോട്ടാ പോകുന്നേ? ദ സെയിലർ റോംസ് ഓവർ ഓഷ്യൻസ് വൈഡ്. അങ്ങനെ പരന്ന് കിടക്കുന്ന ഓഷ്യൻസ് അല്ലേ, ഓഷ്യൻസിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ റോം ചെയ്യാണ്, ചുറ്റിത്തിരിയാണ് അയാൾ കപ്പലിൽ എന്ന് നമുക്ക് പറയാം. കടലിലൊക്കെ ഇങ്ങനെ ചുറ്റിത്തിരിയാണെന്ന് നമുക്ക് പറയാം. ഇനി അടുത്തത് എന്താ? പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പോം ഫോർ ദി പേഴ്സൺ ഹു ബൈസ് ആൻഡ് സെൽസ്. ഏത് വേർഡാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? ഒരു മനുഷ്യൻ, അയാൾ എന്താ ചെയ്യുന്നത്? വിൽക്കുകയും വാങ്ങുകയും ഒക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരാളെ പറയുന്ന പേരെന്താണ്? ദ വേർഡ് ഈസ് മെർച്ചൻ്റ് അല്ലേ. അങ്ങനെ ചെയ്യുന്ന കച്ചവടക്കാരനെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് മെർച്ചൻ്റ് എന്നാണ്. ആ ബിസിനസ്സിനെ നമ്മൾ എന്ത് പറയും? ട്രേഡ് എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഷോപ്പ് കീപ്പേഴ്സ് ഉണ്ടാവില്ലേ, പലചരക്ക് കട നടത്തുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവരെയൊക്കെ നമുക്ക് എന്ത് പറയാം? അവരൊക്കെ മെർച്ചൻ്റ് ആണ്, ഷോപ്പ് കീപ്പറാണ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അടുത്തത് എന്താണ്? ഡു യു തിങ്ക് ഫാമിംഗ് ഈസ് എ നോബിൾ പ്രൊഫഷൻ, എക്സ്പ്ലെയിൻ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഫാമിംഗ് എന്ന് പറയുന്നത്, കൃഷി എന്ന് പറയുന്നത് ഒരു നോബിൾ പ്രൊഫഷനാണ്, നല്ലൊരു പ്രൊഫഷനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജോലിയാണെന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ എന്ത് കൊടുക്കാം നമുക്ക് ആൻസർ?
ഫാമിംഗ് ഈസ് എ വെരി നോബിൾ പ്രൊഫഷൻ ബിക്കോസ് ഫാമിംഗ് വളരെ നല്ലൊരു ജോലി തന്നെയാണ്. എന്തുകൊണ്ടാണ്? ഫാമേഴ്സ് ഗ്രോ ഫുഡ് ഫോർ അസ് ടു ഈറ്റ്. നമ്മൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം, അന്നം നമുക്ക് ഉണ്ടാക്കി തരുന്നത്, ഫാം ചെയ്ത് തരുന്നത് ആരാണ്? ഫാമേഴ്സാണ്, കൃഷിക്കാരാണ്. പിന്നെന്താണ്? ദേ ടേക്ക് കെയർ ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. ആ കൃഷിസ്ഥലത്ത് നിങ്ങൾ അവിടെയുള്ള ആനിമൽസിൻ്റെയും പ്ലാന്റ്സിനെയും ഒക്കെ നോക്കുന്നത് ആര് തന്നെയാണ്? ഈ കൃഷിക്കാർ തന്നെയാണ് അല്ലേ? അതൊക്കെ കാളകളൊക്കെ ഇങ്ങനെ അവിടെ നടന്നിട്ട് നിലമൊക്കെ ഉഴുത് മറിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ആര് തന്നെയാണ്? ഫാമേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നതിനോടൊപ്പം അവർ പശുവിനെ വളർത്തുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളോ ആ ആനിമൽസിൻ്റെ കാര്യം നോക്കുന്നത് ആര് തന്നെയാണ്? ഫാമേഴ്സ് തന്നെയാണ്, കൃഷിക്കാർ തന്നെയാണ്. പിന്നെ അടുത്തത് എന്താണ്? ദേ വർക്ക് ഹാർഡ് എവറി ഡേ ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടു ദ നേഷൻ. എല്ലാ ദിവസവും അവർ എല്ലുമുറി അധ്വാനിക്കുന്നുണ്ട് അല്ലേ? ഒരു ദിവസം മഴയാണ് അല്ലെങ്കിൽ ഒരു ദിവസം ഞായറാഴ്ചയാണെന്ന് പറഞ്ഞിട്ട് മഴ വന്നു കഴിഞ്ഞാൽ അവരുടെ കൃഷിസ്ഥലത്തേക്ക് പോവാതിരിക്കില്ല. നേരത്ത് ചെയ്യേണ്ട പല കാര്യങ്ങളും കൃഷിസ്ഥലത്ത് ഉണ്ടാവും അല്ലേ? ഇപ്പോൾ മഴയൊക്കെ വന്നിട്ട് കൃഷി നശിച്ചു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഹാർഡ് വർക്കും ആ ഒരു ടെൻഷനൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഒരു ഫാർമറും നമുക്ക് വേണ്ടിയിട്ട് അന്നം ഉണ്ടാക്കുന്നത് അല്ലേ? അരിയും പച്ചക്കറികളും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭക്ഷണത്തിന് മാത്രമല്ല നമ്മുടെ നേഷന് വേണ്ടിയിട്ടും നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടും അവർ കോൺട്രിബ്യൂഷൻ തരുന്നുണ്ട്, അവർ അവരുടേതായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് ലൈൻസ് ഫ്രം ദ പോം. ഇവിടെ കുറച്ച് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങളോട് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? റൈമിംഗ് വേർഡ്സ്. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള വേർഡ്സ് അല്ലേ? ഏതോ സിങ് ഇതൊക്കെയാണ് വരുന്നത്. സിങ്സ് തിങ്സ് അതാണ് ഒരെണ്ണം വരുന്നത്. പിന്നെ ഏതാണ്? പ്ലീഡ്സ് ലീഡ്സ് ബിഫോൾ ഓൾ. കണ്ടോ? അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ വേർഡ്സ്. സിങ്സ് തിങ്സ് പ്ലീഡ്സ് ലീഡ്സ് ബിഫോൾ ഓൾ. ഇനി ഇൻ ദ പോം ദ ഫാമർ എ ലൈൻ ഈസ് റിപ്പീറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് സ്റ്റാൻസ. ഫൈൻഡ് ദി റെക്കറിംഗ് ലൈൻ. ഈ പോം ദ ഫാർമർ എന്ന പോമത്തിൽ ഒരു ലൈന് റെക്കർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഏതാണ് ആ ലൈൻ? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ദ ഫാമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ. ആ ലൈനാണ് എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ആ പോമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ്. ഇതിലെന്താ പറയുന്നത്? ഇതാണ്, there are several people who perform various duties. We will find them. എന്താണ്? ഇവിടെ പല ആൾക്കാരുടെയും ജോലി കൊടുത്തിട്ടുണ്ട്. അവരെന്താ ചെയ്യുന്നത്? ആരാണ് അവർ എന്നാണ് ചോദിക്കുന്നത്. ബിൽഡിങ്ങും ഹൗസൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആരാണ്? ആർക്കിടെക്റ്റ് ആണ് അല്ലേ? ഹൗസൊക്കെ ഡിസൈൻ ചെയ്യുന്നത് ആർക്കിടെക്റ്റും എൻജിനീയേഴ്സും ഒക്കെയാണ്. എ പേഴ്സൺ ഹു പ്രിപ്പയർ ഫുഡ് ഇൻ എ റെസ്റ്റോറൻറ്റ്. ആരാണ്? ഷെഫ്, കുക്ക് എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? അപ്പം അങ്ങനെ എഴുതുക. എ പേഴ്സൺ ഹു ട്രീറ്റ് പേഷ്യൻ്റ്. ആരാണ് ട്രീറ്റ് ചെയ്യുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഡോക്ടറാണ്, ഡോക്ടർ. ഇനി അടുത്തത് ആരാണ്? എ പേഴ്സൺ ഹൂസ് ജോബ് ഈസ് ടു പ്രിവെൻറ്റ് ഫയർ ആക്സിഡൻറ്റ്. ഫയർ ആക്സിഡൻറ്റ് പ്രിവെൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഫയർമാൻ അല്ലേ? ഫയർമാൻ ആണെന്ന് നമുക്ക് പറയാം. അടുത്തത് ആക്ടിവിറ്റി 3 ആണ്. നിങ്ങളോട് ഈ ഫാമർ എന്നൊരു പോം വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ കണ്ടിട്ട് ഒരു കൊറിയോഗ്രഫി ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അത് തന്നെത്താനെ ചെയ്യാം. കുറച്ച് ഭാഗം ഞാനിവിടെ കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനെ എഴുതാം. സ്ക്രിപ്റ്റ്. ടൈറ്റിൽ ഓഫ് ദ പോം എന്താണ്? ദ ഫാമർ ആണ്. തീം ഓഫ് ദ പോം എന്താണ്? ഫാമേഴ്സ് ആർ ദി ബാക്ക് ബോൺ ഓഫ് സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് ഫാമേഴ്സ് ആണെന്ന് കൊടുക്കാം. ലൊക്കേഷൻ. ഏതൊക്കെ സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്? പാലസ് കാണിക്കുന്നുണ്ട്, ഗ്രൗണ്ട് കാണിക്കുന്നുണ്ട്, ബോർഡ് ഓൺ എ ഷിപ്പ്. സെയിലറിൻ്റെ കാര്യം എവിടെയാണ് പറയുന്നത്? ഷിപ്പിലാണ് പറയുന്നത്. ഫാം കാണിക്കുന്നുണ്ട്. ഇനി ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ്? കിങ് ഉണ്ട്, സോൾജേഴ്സ് പടയാളികളുണ്ട്, സെയിലർ നാവികരുണ്ട്, ഫാർമർ അല്ലേ, കൃഷിക്കാരുണ്ട്, മെർച്ചൻസ് സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കാരുണ്ട്, ക്രാഫ്റ്റ്സ്മെൻ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, റൈറ്റർ ഉണ്ട്, എഴുത്തുകാരുണ്ട്, ഡോക്ടറുണ്ട്, അതുപോലെ തന്നെ ടീച്ചർ അധ്യാപകനോ അധ്യാപികയോ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ലൊക്കേഷൻസ്. അതൊക്കെയാണ് ആര് വരുന്നത്? ഈ ഒരു കഥയിലുള്ള ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്, കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അടുത്തത് പ്രോപ്പർട്ടീസ്. എന്തൊക്കെ വേണം? കിങ്ങിൻ്റെ തലയിൽ ക്രൗണ് വേണം അല്ലേ? എന്താണ്? കിരീടം വേണം. പ്ലോ. എന്താണ് പ്ലോ എന്ന് പറഞ്ഞാൽ ഈ കാണിച്ചിട്ടുള്ള തന്നെയാണ് പ്ലോ എന്ന് പറയുക. പിന്നെ ഫാർമറിന് എന്ത് വേണം? ബാസ്ക്കറ്റ് ഓഫ് വെജിറ്റബിൾസ് വേണം.
പിന്നെ സെയിലറിന് എന്ത് വേണം? സെയിലേഴ്സ് ഹാറ്റ് അല്ലേ, അവരൊരു പ്രത്യേക തരം തൊപ്പി കണ്ടോ, ഇങ്ങനെയുള്ളൊരു തൊപ്പി വേണം. ഫ്ലാഗ്, സോൾജറിൻ്റെ കയ്യിൽ ഫ്ലാഗ് വേണം, നമ്മുടെ കൺട്രിയുടെ നമ്മുടെ പതാക വേണം. പിന്നെന്താണ്? റൈറ്ററിൻ്റെ കയ്യിൽ ബുക്കും പെന്നും വേണം. ഡോക്ടറുടെ കയ്യിൽ സ്റ്റെതസ്കോപ്പ്, നമ്മുടെ നെഞ്ചിലൊക്കെ വെച്ച് നോക്കില്ലേ, അത് വേണം. ടീച്ചറുടെ കയ്യിൽ എന്ത് വേണം? ബുക്ക് വേണം. ഓക്കെ, അതിൻ്റെ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ എന്താണ്? മ്യൂസിക്കൊക്കെ ഉണ്ട്, ജെൻറ്റിലായിട്ടുള്ളൊരു മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. ഡാൻസ് ചെയ്യുന്ന ആൾക്കാർ സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. അവരെങ്ങനത്തെ ഡ്രസ്സായിട്ടുള്ളത്? ഫാം ഇൻസ്പയർഡ് അറ്റയർ എന്ന് പറഞ്ഞാൽ എന്താ? ഫാമേഴ്സൊക്കെ ഇടുന്ന പോലത്തെ ഡ്രസ്സുകളാണ് ഇട്ടിട്ടുള്ളത്. അവരൊരു സെമി സർക്കിൾ പെർഫോം ചെയ്യുന്നുണ്ട്, കൈകളൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. പിന്നെ നറേറ്റർ എന്താ പറയുന്നത്? ഒരു സൈഡിൽ നിന്നിട്ട് ഒരാളിങ്ങനെ പറയുന്നുണ്ടാവും അല്ലേ, എന്തൊക്കെയാണ് സ്റ്റേജിൽ നടക്കുന്നതെന്ന്. അയാളെയാണ് നറേറ്റർ എന്ന് പറയുക. അദ്ദേഹം എന്താ പറയുന്നത്? ഇൻ എ വേൾഡ് മെനി പ്രൊഫഷൻസ് ത്രൈവ്. ഈ ഒരു ലോകത്തിൽ പല ജോലികളും പല പ്രൊഫഷൻസും ത്രൈവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്തൊക്കെ നടക്കുന്നുണ്ട്? മ്യൂസിക് ട്രാൻസിഷൻസ് ഇൻറ്റു ആ മ്യൂസിക്, ആ പാട്ടിൻ്റെ ശബ്ദം ഇങ്ങനെ ഒരു ലൈവ്ലി ആയിട്ട് കുറച്ചും കൂടി നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആവുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ഡാൻസേഴ്സ് ചെറിയ ഗ്രൂപ്പായിട്ട് പോകുന്നുണ്ട്. പിന്നെ കിങ്ങും ക്യൂനും അങ്ങനെ കൈയൊക്കെ വേവ് ചെയ്തിട്ട് എല്ലാവരോടും അങ്ങനെ കൈയൊക്കെ വേവ് ചെയ്തിട്ട് അവർ സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. സോൾജേഴ്സ് വരുന്നുണ്ട്, എങ്ങനെയാണ്? മാർച്ച് ചെയ്യുന്നുണ്ട്, സെല്യൂട്ട് ചെയ്യുന്നുണ്ട്. സെയിലേഴ്സ് വരുന്നുണ്ട്, ഇങ്ങനെ സ്വേ ചെയ്തിട്ട് വരുന്നുണ്ട്, റോ ചെയ്തിട്ട് വരുന്നുണ്ട് അല്ലേ. ഫാർമറിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്, അവരെന്താ ചെയ്യുന്നത്? സീഡ്സൊക്കെ ഇങ്ങനെ നടുന്നുണ്ട്, ക്രോപ്സ് ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്, വിളവെടുപ്പ് നടത്തുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇനിയാണ് അവർ പറയുന്ന കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കിങ് എന്താ പറയുന്നത്? ഐ റൂൾ ഓവർ ലാൻഡ് ആൻഡ് സീ. സോൾജർ എന്താ പറയുന്നത്? ഐ ഫൈറ്റ് ഫോർ മൈ കൺട്രീസ് പ്രൈഡ്. സെയിലർ എന്താ പറയുന്നത്? ഐ സെയിൽ അക്രോസ് ദ ഓഷ്യൻ വൈഡ്. ഫാർമർ എന്താ പറയുന്നത്? ബട്ട് വിത്തൗട്ട് മീ യു വുഡ് ഓൾ ഗോ ഹംഗ്രി അല്ലേ. എല്ലാവരും അവരവർ ചെയ്യുന്ന കാര്യങ്ങൾ പറയാണ്. ഫാർമർ അവസാനം എന്താ പറയുന്നത്? പക്ഷെ ഞാനില്ലെങ്കിൽ നിങ്ങളൊക്കെ വിശന്നിരിക്കേണ്ടി വരും, പട്ടിണിയാവും എന്നാണ്. നിങ്ങൾക്ക് കൊടുക്കാം. എന്താണ്? മ്യൂസിക്. വീണ്ടും മ്യൂസിക്കിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. എല്ലാ ഡാൻസേഴ്സും ഒരുമിച്ച് വരുന്നുണ്ട്. പിന്നെ എന്താ ചെയ്യുന്നത്? ആം മൂവ്മെൻറ്റ്സ്, ക്ലാസ്പിംഗ് ഹാൻഡ്സ് ഒക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് എന്ത് പറയുന്നു? നെക്സ്റ്റ് എന്താണ്? റൈറ്റർ എന്താ ചെയ്യുന്നത്? സ്ക്രിബ്ലിംഗ് ഉണ്ട്, എന്തോ എഴുതുന്ന പോലെ കാണിക്കുന്നുണ്ട്. അയാളുടെ കയ്യിൽ ഒരു പെന്നിങ്ങനെ പിടിച്ചിട്ട് എഴുതുന്ന പോലെ കാണിക്കുന്നുണ്ട്. ക്രാഫ്റ്റ്മാൻ എന്താണ്? അയാൾ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന പോലെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഡോക്ടർ എന്താണ്? ആ സ്റ്റെതസ്കോപ്പ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. ഫാമർ എന്താ ചെയ്യുന്നത്? ഭൂമിയെ സ്നേഹിച്ച് ക്രോപ്സ് ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി റൈറ്റർ എന്താ പറയുന്നത്? ഐ റൈറ്റ് ദ സ്റ്റോറീസ് ഓഫ് അവർ പാസ്റ്റ്. പാസ്റ്റിനെ കുറിച്ചുള്ള സ്റ്റോറീസാണ് ഞാൻ എഴുതുന്നത്. ക്രാഫ്റ്റ്സ്മാൻ എന്താ പറയുന്നത്? ഐ ക്രാഫ്റ്റ് ദ ടൂൾസ് ദാറ്റ് ഫോർ എവർ ലാസ്റ്റ്. എല്ലാ കാലത്തേക്കും വേണ്ടിയിട്ടുള്ള ക്രാഫ്റ്റ്സാണ് ഞാൻ ചെയ്യുന്നത്. ഡോക്ടർ എന്താ പറയുന്നത്? ഐ ഹീൽ ദ സിക്ക് ആൻഡ് മെൻഡ് ദ ബ്രോക്കൺ. ഞാൻ വയ്യായുള്ള ആൾക്കാരെ അവരെ ഹീൽ ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള ആശ്വാസം ഞാൻ നൽകുന്നുണ്ട് അല്ലേ. അവരെ വയ്യായകളൊക്കെ ഞാൻ മാറ്റുന്നുണ്ട്. ഫാർമർ എന്താ പറയുന്നത്? ബട്ട് വിത്തൗട്ട് മീ യു വുഡ് ഹാവ് നോ ഫുഡ് ടു ഈറ്റ്. പക്ഷെ ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാവും. ഓക്കെ, പിന്നെയും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. എല്ലാവരും ഒരുമിച്ച് എന്ത് പറയുന്നുണ്ട്? ദ ഫാർമർ ഹി മസ്റ്റ് ഫീഡ് ദം ഓൾ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് നറേറ്റർ എന്ത് പറയുന്നുണ്ട്? എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ലെറ്റ് us അപ്രീഷിയേറ്റ് ദ ഫാമേഴ്സ് ടോയിൽ. ഒരു ഫാമറുടെ ബുദ്ധിമുട്ട്, ഹാർഡ് വർക്ക് നമ്മൾ മനസ്സിലാക്കൂ, അപ്രീഷിയേറ്റ് ചെയ്യൂ, അനുമോദിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഫൈനൽ കോറസ് മാർച്ച് ചെയ്യുന്നുണ്ട്, ജമ്പ് ചെയ്യുന്നുണ്ട്, ആ മൂമെൻറ്റ്സ് വരുന്നുണ്ട്, മ്യൂസിക് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, എന്നിട്ട് ലാസ്റ്റ് എന്താ പറയുന്നത്? എങ്ങനെ കൊടുക്കാം? നറേറ്റർ എന്ത് പറയുന്നുണ്ട്? താങ്ക് യു ഫാമർ ടുഡേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്ലേ എൻഡ് ചെയ്യാണ്. കൊറിയോഗ്രാഫി എങ്ങനെ എഴുതാമെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. നിങ്ങൾക്ക് കുറച്ചും കൂടി അത് ഇലോബറേറ്റ് ചെയ്തിട്ട് എഴുതാം കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? പ്രിപ്പയർ ക്വസ്റ്റ്യൻസ് ഫോർ എൻ ഇൻ്റർവ്യൂ. എന്താ പറയുന്നത്? നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നിങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഫാർമർ ഉണ്ട്. അദ്ദേഹം എന്താണ്? അഗ്രികൾച്ചർ. അദ്ദേഹം വെജിറ്റബിൾസും ബനാനയും ഫ്രൂട്ട്സും ഒക്കെയാണ് കൃഷി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ഫാമിലി അദ്ദേഹത്തെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും അദ്ദേഹത്തിന് നല്ലൊരു വിളവെടുപ്പ് തന്നെ കിട്ടാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വെജിറ്റബിൾസൊക്കെ എവിടെയാണ് വിൽക്കുന്നത്? ഫാമേഴ്സ് സൊസൈറ്റിയിലൂടെയാണ് വിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനാണ് ഫാമിങ്. അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ് ഫാമിങ് അല്ലേ. നിങ്ങൾ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും,
എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ ഫാമിങ്ങിലേക്ക്, കൃഷിയിലേക്ക് തിരിച്ചു വരുന്നു, നല്ല ലാഭകരമായ രീതിയിൽ അവർ കൃഷി നടത്തുന്നു എന്നൊക്കെ പറയുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ, കൃഷിയെ ഇഷ്ടപ്പെടുന്ന ഒട്ടനവധി ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നേച്ചർ ക്ലബ് ഉണ്ട് നിങ്ങളുടെ സ്കൂളിൽ. ആ ഫാമറിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരു 5 ചോദ്യങ്ങളെങ്കിലും ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ഏറ്റവും ചെറിയ രീതിയിൽ ഒരു 5 ചോദ്യം നമുക്ക് നോക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. വൈ ഡിഡ് യു ബിക്കം എ ഫാമർ? എന്തുകൊണ്ടാണ് നിങ്ങളൊരു കൃഷിക്കാരനായത്? വാട്ട് ഡു യു ഗ്രോ ഓൺ യുവർ ഫാം? നിങ്ങളുടെ ഫാമിൽ നിങ്ങൾ എന്തൊക്കെ പച്ചക്കറികളാണ് കൃഷി ചെയ്യുന്നത് ചോദിക്കാം. ഹൗ ഡു യു ടേക്ക് കെയർ ഓഫ് യുവർ ഫാം എനിമൽസ്? ആ ഫാമിൽ മറ്റേ എനിമൽസ്, ഡക്കോ അല്ലെങ്കിൽ പശുക്കളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് പരിപാലിക്കുന്നത് അത് ചോദിക്കാം. വാട്ട്സ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് ബീയിങ് എ ഫാമർ? ഒരു ഫാർമർ ആവുക എന്നുള്ളതിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണ് തോന്നുന്നത്? 5-ാമത്തേത്, വാട്ട് ഡു യു ലൈക്ക് മോസ്റ്റ് അബൌട്ട് ഫാമിംഗ്? നിങ്ങൾക്ക് ഫാമിങ്ങിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ ഈ 5 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗം വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക്